ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് ടോപ്പ് കളക്ഷൻസ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. കുറേ ഫ്രണ്ട്സ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, ഇത്താടെ ടോപ്പ് കളക്ഷൻസ് കാണിക്കുമോ, ഡ്രസ് കളക്ഷൻസ് കാണിക്കുന്നത്. അപ്പോൾ ഡ്രസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ചുരിദാറും ഉണ്ട്, ഞാൻ ടോപ്പ് യൂസ് ചെയ്യാറുണ്ട്, ലാച്ച മോഡലും ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ടോപ്പ് മാത്രമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ഡ്രസ്സൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ടോപ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടപ്പുറത്തേക്കാണ് ബെൽ ബട്ടനോട് അമർത്താം. അപ്പോൾ ഓക്കെ, എൻ്റെ ഓരോരോ ടോപ്പുകളായിട്ട് ഞാൻ എടുത്ത് കാണിക്കാം. ഫസ്റ്റ് ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ കൂടെ ഒരു സ്റ്റഡ് കൂടെ വരുന്നതാണ്. ഇത് നിങ്ങൾ ഒരുപാട് വട്ടം കണ്ടിട്ടുള്ളതാണ്. എൻ്റെ ബർത്ത്ഡേ ടോപ്പാണ്. ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കുറേ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാം ഇങ്ങോട്ട് വെക്കാം. മടക്കി നമ്മൾ അലമാരിയിൽ വെച്ചാണ് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ബ്ലൂവിനകത്ത് വെള്ള ഷെയ്ഡ് വരുന്നതാണ്. ഇതിൻ്റെ അടിയിലിടുന്ന നമ്മളിതാ ഒരു ബനിയൻ 3/4 കൈയുള്ളതാണ്. ഇതിനകത്ത് ബ്ലൂ ചെറിയ ചെറിയ ഡോട്ട്സ് വരുന്നുണ്ട്. ഇത് നമ്മൾ കൊല്ലം ബീച്ചിൽ പോയപ്പോൾ എടുത്ത ആ വീഡിയോയിലിട്ട ടോപ്പാണിത്. മൂന്നാമത്തേത് ഇത് കുറച്ച് പഴയ ടോപ്പാണ് കേട്ടോ. ജീൻസിൻ്റെ ടോപ്പാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടോപ്പാണ്. കാരണം ഇത് ഇടുമ്പോൾ ഒരു എന്താണെന്ന് വെച്ചാൽ നമുക്ക് അധികം വണ്ണം തോന്നിക്കില്ല. നല്ല ഷേപ്പിന് നല്ല കംഫർട്ടായിട്ട് ഇറങ്ങുന്ന ഒരു ടോപ്പാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താഴെ നമ്മുടെ അടിയിലായിട്ട് ചെറിയ ഫ്ലവറിൻ്റെ വർക്കൊക്കെ വരുന്നതാണ്. അടുത്തതും ഒരു ജീൻസിൻ്റെ ടോപ്പാണ്. ഇതിൽ 4 പോക്കറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജീൻസിൻ്റെ ടോപ്പ് എന്ന് പറയുമ്പോൾ ഈ 2 ടോപ്സ് മാത്രമേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം. ഇതും ഞാൻ ഇട്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ വെള്ള ലഗിൻസും വെള്ള ഷോളുമാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതും ഒരു ചെക്ക് വരുന്ന ടോപ്പാണ്. ഇത് കഴിഞ്ഞ വട്ടം അണ്ണം വന്നപ്പോൾ എയർപോർട്ടിൽ വിളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. പിന്നെ ഞാൻ അതിനുശേഷം ഇതുവരെ ഇതിട്ടിട്ടില്ല. ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. പോക്കറ്റ് ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ വെള്ള ലഗിൻസും വെള്ള ഷോളുമാണ് യൂസ് ചെയ്യുന്നത്. അടുത്തായിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഷേപ്പിന് നല്ലൊരു, എനിക്ക് എന്താ പറയില്ല, ഒരു കംഫർട്ടായിട്ട് തോന്നും ഈ. അപ്പം അതിൻ്റെ കൂടെ ഞാൻ മുകളിലായിട്ടൊരു നീല ജീൻസിൻ്റെ സ്ട്രഗ് കൂടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസും ഞാൻ ഒരുപാട് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അടുത്തത് ഞാൻ ടിക്ടോക്കിലൊക്കെ കുറേ ഇട്ടിട്ടുള്ള ഒരു ടോപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടോപ്പാണ്. എന്താ നമ്മുടെ ഷേപ്പ് ഒന്നും അടിയണ്ട, ഇട്ടതിന് ശേഷം ഇങ്ങനെ ഇവിടെ കെട്ടി ഇങ്ങനെ ടൈറ്റ് ചെയ്താൽ മതി. നല്ല ഷേപ്പിന് കിടന്നോളൂ. അടുത്തത് ഇതൊരു ജീൻസ് ആട്ടോ ഞാൻ ഇത് പറയണത്. ഇതും ജീൻസിൻ്റെ ടോപ്പാണ്. പക്ഷേ ഇതിൻ്റെ അടിയിൽ ബനിയൻ സെപ്പറേറ്റ് അല്ല, ഇതിൽ തന്നെ ഫിറ്റഡ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ ഞാൻ കറുത്ത ലഗിൻസും കറുത്തൊരു ഷോൾ ഈ മഫ്ത ഷോളുമാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇത് ഞാൻ എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുള്ള ഒരു ടോപ്പാണ്. ഫർദയാണോ എന്ന് ശരിക്കും ഫർദ മോഡൽ ആണ്. കയ്യിലൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കും. നല്ല മുത്തൊക്കെ വെച്ചിട്ടുണ്ട് കയ്യിൽ. പക്ഷെ ഇപ്പോൾ അടുത്തത് ഇത് സാധാരണ ബർത്ത്ഡേ കിട്ടിയ അടൂര് ഒരു ബുട്ടിക്കിൽ ഒരു ഇതിൽ ബൊമ്മയിൽ ഇട്ടിരുന്ന് കണ്ടിട്ട് ഞാൻ ഇറങ്ങി വാങ്ങിച്ചതാണ്. ഇവിടെ ഇലാസ്റ്റിക്കാണ് വരുന്നത്. ഈ കാണിച്ച ടോപ്പിനൊന്നും നമ്മൾ ഷേപ്പ് അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അതിനൊക്കെ വള്ളി കാണും അല്ലെങ്കിൽ ഇലാസ്റ്റിക് കാണും. അതാണ് ഈ ടോപ്സിൻ്റെയൊക്കെ പ്രത്യേകത. ഫുൾ കൈ ആണ്. ഇവിടെയും ഇലാസ്റ്റിക്കാണ്. ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് തോന്നുന്ന ഒരു ടോപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ റെഡും അല്ല ഓറഞ്ചും അല്ലാത്തൊരു കളറിലെ ഷാളും ലഗിൻസ് പാൻറ്റുമാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് എൻ്റെ നല്ലൊരു ടോപ്പാണ്. കഴിഞ്ഞ ആ ടോപ്പ് വാങ്ങിച്ചാൽ അതേ ബുട്ടിക്കിൽ നിന്ന് വാങ്ങിച്ച ടോപ്പ് തന്നെയാണ്. ഈ ടോപ്പ് എടുത്ത അതേ ബുട്ടിക്കിൽ നിന്ന് തന്നെയാണ് എടുത്തത്. അതിലും ഞാൻ ഈ റെഡ് കളറിലെ ഷാളും പാൻറ്റുമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ നമ്മുടെ ഒരു
ഹാഫ് പാൻറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇതിൽ ഇടയ്ക്ക് ഒരു ചെറിയ കറ വന്നപ്പോഴത്തേക്ക് ഭയങ്കര വിഷമം, പിന്നെ ഡ്രൈ ക്ലീനൊക്കെ ചെയ്യാൻ കൊടുത്തു. നെക്സ്റ്റും ഒരു ഫർദ മോഡൽ ടോപ്പാണ്. ഇതിട്ട് ഞാൻ കുറേ റീൽസ് ഒക്കെ ചെയ്തിട്ടുള്ള കേട്ടോ. ഇതും നമുക്ക് ബാക്കിൽ കെട്ടൊക്കെ വരുന്നതാണ്. നല്ലൊരു കംഫർട്ടായിട്ടുള്ളൊരു ടോപ്പാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തതും ഇവിടെ വള്ളിയൊക്കെ വരുന്ന കേട്ടോ. നമുക്ക് പിടിച്ച് കുറച്ച് ലൂസ് ആണെന്നെങ്കിലും ടൈറ്റായിട്ട് വയ്ക്കാം. നമുക്ക് ഷേപ്പായിട്ട് കിട്ടുന്ന ഒരു ടോപ്പാണ്. ക്രീം കളർ ഷാളും ക്രീം കളർ പാൻറ്റുമാണ് യൂസ് ചെയ്യുന്നത്. മോഡൽ അടുത്തതും ഒരു സ്റ്റഗ് മോഡൽ ടോപ്പാണ്. ഇവിടെ ഇങ്ങനെ കെട്ട് വരുന്നതാണ്. നമ്മൾ സ്റ്റഗ് ആയിട്ട് ഇതിൽ ഫിറ്റഡ് ആണ്. എന്നിട്ട് വന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ കെട്ടി വെക്കുകയാണ്. അടുത്തത് പൊന്നൂസിനെ മോനൂട്ടനെ ബർത്ത്ഡേക്ക് എടുത്തൊരു ടോപ്പാണ്. ഇതാ ഇങ്ങനെ തട്ടായിട്ട് വരുന്നൊരു ടോപ്പാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ സ്റ്റഗ് ഉണ്ട്. അതും നമ്മളിവിടെ വെച്ച് കെട്ടി വയ്ക്കുന്നതാണ്. അപ്പോൾ ബർത്ത്ഡേ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ടോപ്പാണിത്. ഇത് ഞാൻ എടുക്കാൻ പോയപ്പോഴും ഞാൻ ബ്ലോഗ് ചെയ്തിരുന്നു. അടുത്തത് ഒരു ടോപ്പാണ്. ഇത് ഞാൻ ക്രിസ്മസിന് എടുത്തത്. ഇത് ഫുള്ളി ഇലാസ്റ്റിക് ആണ്. നമ്മുടെ ഈ വയറിൻ്റെ അവിടെ ആയിട്ടും ഇലാസ്റ്റിക് ആണ്. ഇതാ കഴുത്തിൻ്റെ നെക്കിൻ്റെ അവിടെ ആയിട്ടും ഇലാസ്റ്റിക് ആണ്. കൈയുടെ ഭാഗത്തും ഇലാസ്റ്റിക് ആണ്. ഫുള്ളി ഇലാസ്റ്റിക് ആയിട്ടുള്ളൊരു ടോപ്പാണ്. ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ്. നല്ല ഷേപ്പിന് കിടക്കും ടോപ്പ്. അപ്പോൾ ഒരു ഓവർ കോട്ടായിട്ട് കിടക്കും. നമുക്കിവിടെ ബട്ടൺസോ ഒന്നുമില്ല. ഓവർ കോട്ടായിട്ട് ഇങ്ങനെ നല്ല നടന്നു പോകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും ടോപ്പ് ഇട്ട് പോകുമ്പോൾ. നെക്സ്റ്റ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പാണിത്. പ്ലെയിൻ സാധാ ഒരു പ്ലെയിൻ ടോപ്പ്. ചെറിയൊരു ഇത് വരുന്നതേ ഉള്ളൂ. പ്ലെയിൻ ആയിട്ടുള്ള സാധാ ഒരു മോഡൽ ടോപ്പാണ്. ഇതിനൂടെ റെഡ് കളർ ലെഗിൻസും റെഡ് കളർ ഷാളുമാണ് ഞാൻ ഇടുന്നത്. ഇതും അണ്ണൻ വന്നപ്പോൾ യൂസ് ചെയ്തിട്ട് പിന്നെ അലമാരി കയറ്റിയാണ്. പിന്നെ ഇട്ടിട്ടേയില്ല. പുതിയത് കിട്ടുമ്പോൾ നമ്മളിങ്ങനെ പഴയത് യൂസ് ചെയ്തിട്ടില്ല. അതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പാണ്. ചെറിയൊരു കെട്ട് വരുന്നത്. ഇതിൽ നീല ലെഗിൻസും നീല മഫ്ത ഷോളുമാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതും ഒരു പ്ലെയിൻ ടോപ്പാണ്. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കട്ട് വരുന്നുണ്ട്. ചുരുങ്ങി കിടക്കുന്ന ഒരു ടോപ്പാണ്. അടുത്തത് മൈ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പാണ്. എൻ്റെ ഫേവറേറ്റ് കളർ സ്കൈ. ഇതെൻ്റെ ഫേവറേറ്റ് ടോപ്പാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ടോപ്പൊക്കെ നിങ്ങൾ കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ സന്തോഷമായി ഞാൻ വിശ്വസിക്കാം. പക്ഷേ എനിക്ക് ഇച്ചിരി സന്തോഷക്കുറവാണ്. ഇതെല്ലാം ഞാൻ മടക്കി വെക്കും. എനിക്ക് അങ്ങനെ ഒരു മടിച്ചാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടക്കാച്ച വീഡിയോ ആയിട്ട് വരുന്നത്. ടാറ്റാ.